നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 11-ാം അധ്യായത്തിൽ 1-2 വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ഇന്ന് അതിൻ്റെ 3-ാമത്തെ വാക്യം, കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാം ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യം നമുക്ക് വായിച്ച് ധ്യാനിക്കാം. അവിടെ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്: എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കൊരിന്തിലെ സഭയെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലനുള്ളതായിട്ടുള്ള ഒരു ഭയമാണ് ഇവിടെ ആ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എടുത്ത് പറയുന്നത്. ആ ഭയത്തെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ ആദം ഹവ്വാമാരുടെ ജീവിതത്തിൽ സംഭവിച്ചതായ ഒരു സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ, അപ്പം ക്രിസ്തുവിന് വേണ്ടി ഒരുക്കപ്പെട്ട ഒരു ജീവിതങ്ങളായി ഇവരെല്ലാവരും തീരണം എന്നുള്ള ആഗ്രഹമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവരെക്കുറിച്ച് ഉണ്ടായിരുന്നത്. 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയുണ്ടായി: എന്നാൽ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ അങ്ങനെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നതായിട്ടുള്ളൊരവസ്ഥയിൽ അതിന് വിവാഹത്തിന് തടസ്സമായിട്ട് നിങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളതായ ഒരു ഭയമാണ് ഇവിടെ നമുക്ക് പൗലോസ് അപ്പോസ്തലനിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. നമുക്കവിടെ അറിയാം, സർപ്പം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിശാചായിരുന്നു. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോഴും യഹോവയായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുജന്തുക്കളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു. അപ്പോൾ ഒരു പാമ്പിൻ്റെ രൂപത്തിലാണ് പിശാച് വന്നത് എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ ഹവ്വായെ ചതിക്കാനായിട്ട് പിശാച് എടുത്തതായിട്ടുള്ള രൂപം എന്ന് പറയുന്നത്, നമുക്കൊക്കെ ഇപ്പം പാമ്പിനെ ഭയമാണെങ്കിലും അങ്ങനെ ഒരു ഭയത്തിൻ്റെ അവസ്ഥയായിരുന്നില്ല ആദിയിൽ, സൃഷ്ടിയിൽ എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ പാമ്പ് മനുഷ്യനോട് ഇണങ്ങി വളരെ ഒരു കൂട്ട് എന്നുള്ള നിലയിലാണ് യഥാർത്ഥത്തിൽ അന്നുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ശത്രുത പാമ്പ് മനുഷ്യനുമായിട്ടോ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളും മനുഷ്യനുമായിട്ടോ യാതൊരു ശത്രുതയും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ഹവ്വായെ ചതിക്കാനായിട്ട് പിശാച് ഒരു കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ ഒരു ശത്രു എന്ന് തോന്നിക്കാത്ത വിധത്തിലുള്ള ഒരു രൂപം എടുത്തു വന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നാം വളരെയേറെ നമ്മുടെ ജീവിതത്തിലും ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യമാണ്. പിശാച് ആരെയും പിശാചിൻ്റെ തനി സ്വഭാവവും നിറവും രൂപവും ഒന്നും കാണിച്ചല്ല സമീപിക്കുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വന്നാൽ ആരും പിശാചിനെ സ്വീകരിക്കുകയില്ല, സുബോധമുള്ള ആരും പിശാചിനെ സ്വീകരിക്കുകയില്ല. അതുകൊണ്ട് തന്നെ പിശാച് നമ്മെ സമീപിക്കുന്നത് നമുക്കൊക്കെ വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെയോ ഒക്കെ സാദൃശ്യത്തിലായിരിക്കും നമ്മെ വശീകരിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നത് സാത്താൻ താനും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ എന്നാണ്. അപ്പോൾ സാത്താൻ ഒരു വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചുകൊണ്ടാണ് നമ്മെ സമീപിക്കുക. അല്ലെങ്കിൽ സാധാരണഗതിയിൽ ആരും പിശാചിൻ്റെ ആ ഒരു കെണിയിൽ വീഴുവാനായിട്ടുള്ള സാധ്യത കുറവാണ്. ഇവിടെയും അതുപോലെ ഇന്ന് നമ്മുടെ ചുറ്റുപാട് നമ്മൾ നോക്കിയാൽ നമ്മെ തെറ്റിക്കാനായിട്ട് പിശാച് ഉപയോഗിക്കുന്നതായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരുമായ ആളുകളോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒക്കെ ആയിരിക്കും. അപ്പോൾ പലപ്പോഴും നമുക്കറിയാം, ഈ ദുശീലങ്ങളിലേക്കൊക്കെ ആളുകൾ തള്ളിവിടപ്പെടുന്നത് അവരുടെ കൂട്ടുകാർ മുഖാന്തരമാണ്. അവർ വളരെ സ്നേഹം നടിച്ച് അവരെ കൊണ്ടുപോയി ഏതെങ്കിലും മദ്യപാനത്തിനോ മയക്കുമരുന്നിനോ ഒക്കെ അടിമയാക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്നേഹം നടിച്ചും ഒക്കെ ആളുകളെ, യുവതീ-യുവാക്കന്മാരെ തെറ്റായിട്ടുള്ള വഴികളിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും സർവ്വസാധാരണമായി അറിയാവുന്നതായിട്ടുള്ളൊരു കാര്യമാണ്.
നമ്മളോട് ശത്രുതയുള്ള ആരെങ്കിലും വന്ന് നമ്മെ വശീകരിക്കാൻ ശ്രമിച്ചാൽ അത് നമ്മൾ അതിന് വഴങ്ങി കൊടുക്കുകയില്ല, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ പിശാച് നമ്മെ സമീപിക്കുന്നത് എപ്പോഴും ഒരു മിത്രത്തിൻ്റെ രൂപത്തിലായിരിക്കും. ഒരു പക്ഷേ ഞാൻ വിചാരിക്കുന്നു ഒരല്പം കടത്തി പറഞ്ഞാൽ ഒരു സഭാ ശുശ്രൂഷകൻ്റെ വേഷം വരെ ഒരു പിശാച് കെട്ടുമെന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തികളുടെ 20-ാം അധ്യായത്തിൽ കൊടിയ ചെന്നായ്ക്കൾ എന്നാണ് അങ്ങനെ ദൈവം നിയോഗിക്കാത്തതായിട്ടുള്ള ശുശ്രൂഷകന്മാരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കള്ള അപ്പസ്തോലന്മാർ, പിന്നെ കപട വേലക്കാർ, ദുരുപദേഷ്ടാക്കന്മാർ, കള്ളപ്രവാചകന്മാർ, ഇങ്ങനെയുള്ള എല്ലാ പദങ്ങളും ആത്മീക ശുശ്രൂഷ മേഖലയിലുള്ള ആളുകളെക്കുറിച്ച് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും അങ്ങനെ ശുശ്രൂഷ രംഗത്തുള്ള ആളുകളെ നമ്മൾ പലപ്പോഴും അങ്ങനെ ഒരു ഭയപ്പെടുകയില്ല. എന്നാൽ ഇന്ന് ക്രിസ്തീയ ലോകത്ത് വിശ്വാസികളെ ഏറ്റവും അധികം വഞ്ചിക്കുന്നത് ഇങ്ങനെയുള്ള വേഷം കെട്ടി വരുന്നതായിട്ടുള്ള ആളുകൾ മുഖാന്തരമാണ്. നമുക്കറിയാം, വെളിച്ചദൂതൻ്റെ പിശാച് വീണുപോയ ഒരു ദൂതനാണ്. എന്നാൽ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അയൽവാസികളുടെ നമ്മുടെ ഒരു ഗുണകാംക്ഷി എന്നുള്ള നിലയിൽ നമ്മുടെ അടുത്ത് വരാം. നമ്മുടെ അയൽവാസി ആകുന്ന ഒരു ബന്ധമൊക്കെ ഉണ്ടോ, അയൽവാസികളൊക്കെ ആകുമ്പോൾ അവരുടെ രൂപത്തിൽ വരാം, നമ്മുടെ കൂട്ടുകാരുടെ രൂപത്തിൽ വരാം. അതുപോലെ തന്നെ ഒരു പക്ഷേ സഭയിലെ വിശ്വാസികളുടെ രൂപത്തിലോ അതല്ലെങ്കിൽ സഭാ ശുശ്രൂഷകൻ്റെ രൂപത്തിലോ പിശാച് നമ്മെ വരാം. അതുകൊണ്ടാണ് ഹവ്വായിക്ക് ചതിക്കപ്പെട്ടു പോയത് എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ അതൊരു ഉപായത്തിൻ്റെ ഒരു പരിപാടിയാണ്. സ്വന്തം ഉദ്ദേശത്തെയും സ്വന്തം താല്പര്യത്തെയും ഒക്കെ മറച്ചു വെച്ച് വേറൊരു വേഷം കെട്ടി അതുപോലെ തന്നെ വ്യർത്ഥമായിട്ടുള്ള വാഗ്ദാനങ്ങളുമായിട്ടാണ് അവർ വരിക. നമുക്കറിയാം, മയക്കുമരുന്നിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ടുള്ള ആളുകൾ അതിനെക്കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുള്ളത്, ഈ മയക്കുമരുന്ന് ഒക്കെ ഉപയോഗിച്ചാൽ ഒരു വല്ലാത്ത നല്ല അനുഭൂതിയാണ്, എല്ലാം മറന്ന് ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും മറന്ന് അങ്ങനെ അതിൽ രമിക്കുവാനായിട്ട് സാധിക്കും എന്നൊക്കെ പറഞ്ഞാണ് അതിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നത്തിൽ ഉള്ളതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു താൽക്കാലിക ആശ്വാസം എന്നുള്ള നിലയിലാണ് ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ പോയി പെടുന്നത്. എന്നാൽ തുടർന്നങ്ങോട്ട് അതിനൊരു അടിമയായി തീരുന്നതോടുകൂടി അതിൽ നിന്ന് രക്ഷപ്പെടാൻ പോലും കഴിയാത്തതായിട്ടുള്ള ഒരവസ്ഥ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, നമ്മെ സമീപിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ അവർ യഥാർത്ഥത്തിൽ നമ്മുടെ ഗുണകാംക്ഷികൾ തന്നെയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പിശാച് ഒരു സർപ്പത്തിൻ്റെ രൂപമെടുത്ത് ഹവ്വായുടെ അടുത്ത് വന്നിട്ട് ഹവ്വായോട് പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടാൽ, ഹവ്വായുടെ ഏറ്റവും വലിയൊരു ഗുണകാംക്ഷി എന്നുള്ള നിലയിലാണ്, നിങ്ങൾക്ക് നന്മതിന്മകളെക്കുറിച്ചൊക്കെയുള്ള അറിവ് ലഭിച്ചിട്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തെ പോലെയാകും. അപ്പോൾ ദൈവത്തെ പോലെ ആകുന്നതിന് തടസ്സമായിട്ട് അവരുടെ ജീവിതത്തിൽ നിൽക്കുന്നത് ദൈവമാണ്. ഞാൻ നിങ്ങളെ ദൈവത്തെ പോലെ ആക്കാം, അതിന് ഈ ഒരു കാര്യം ചെയ്താൽ മതി, അതല്ലാതെ നിങ്ങൾ മരിച്ചു പോകുമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമോ എന്നൊന്നും അല്ല അവിടെ പറയുന്നത്. യഥാർത്ഥത്തിൽ അതാണ് ഉപായത്തിൽ നമ്മളെ ചതിക്കുവാനായിട്ട് പിശാച് പല വേഷങ്ങളും കെട്ടി നമ്മുടെ അടുത്ത് വരും എന്ന് പറയുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഹവ്വായുടെ അടുത്ത് വന്നിട്ട് ആദ്യം ചോദിക്കുന്നത്, ദൈവം തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിൻ്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? ഒരു സംശയമാണ് ആദ്യം അവരുടെ ഹൃദയത്തിലേക്ക് പിശാച് ഇട്ടുകൊടുക്കുന്നത്. സംശയം, വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ വാസ്തവമായി കൽപ്പിക്കത്തക്കതായിട്ടുള്ള വലിയ വിഷയങ്ങളൊന്നുമില്ല, അങ്ങനെ ഭക്ഷിക്കാതിരിക്കേണ്ടതിൻ്റെ ആവശ്യവുമില്ല. ഭക്ഷിച്ചാൽ നിങ്ങൾ ദൈവത്തെ പോലെ ആകും, അതിന് ദൈവമാണ് ഒരു തടസ്സമായിട്ടിരിക്കുന്നത് എന്നുള്ള നിലയിൽ ആളുകളെ വശീകരിക്കുന്ന ഒരു പരിപാടി. അതുകൊണ്ടാണ് അതേ ഉദാഹരണം തന്നെ ഇവിടെ പൗലോസ് അപ്പോസ്തലനും കൊരിന്ത്യ സഭയോട് എടുത്ത് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ പാപത്തിൻ്റെ സാഹചര്യങ്ങളോട് അടുത്തു വരുമ്പോൾ പലപ്പോഴും ആളുകളുടെ മനസ്സിൽ ദൈവവചനം അതങ്ങനെ നിഷേധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം സാധാരണഗതിയിൽ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ദൈവവചനത്തിലെ വളരെ വ്യക്തമായിട്ടുള്ള പ്രമാണങ്ങൾ അതിനെ തന്നെ സംശയിക്കുകയും അതല്ലെങ്കിൽ
അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് കാനാവിലെ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കി കൊടുത്തു. അതുകൊണ്ട് മദ്യപാനം എന്ന് പറയുന്നത് അല്പം കഴിക്കുന്നതിനൊന്നും കുഴപ്പമില്ല എന്നുള്ള വ്യാഖ്യാനം അങ്ങനെ ഒരു വേദഭാഗത്തു നിന്നും അനേക ആളുകൾ ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള വാക്യങ്ങളൊന്നും അവർക്ക് ബാധകമല്ല എന്നുള്ളതും നമുക്കറിയാമല്ലോ. അതുപോലെ പുകവലിക്കരുത് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? നമുക്കറിയാം, പുകവലിക്കരുത് എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെയൊരു ശീലം ആ കാലത്ത് ഉണ്ടായിരുന്നതല്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയൊരു വാക്യവുമില്ല. എന്നാൽ നമ്മുടെ ശരീരത്തിന് കേടുവരുത്തുന്നതായ യാതൊന്നും ചെയ്യരുത് എന്നുള്ളതായിട്ടുള്ള പ്രമാണമുണ്ട്. അപ്പോൾ നാം എന്തെങ്കിലും ഒരു കാര്യം തെറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു താല്പര്യം വന്നാൽ അതിനു വേണ്ടിയിട്ട് വചനത്തിൽ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചിന്തിച്ച് അങ്ങനെ പോകുന്നതായിട്ടുള്ള പ്രവണത ഇന്ന് ധാരാളം ആളുകൾക്കുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ളവരെ, അത് ദൈവ മക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതായിട്ടുള്ളൊരു കാര്യമാണ്. പലപ്പോഴും നമ്മുടെ ലക്ഷ്യങ്ങൾ നല്ലതാണ് എങ്കിൽ അതിൻ്റെ മാർഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്ന് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ലക്ഷ്യവും മാർഗവും ഒക്കെ ഒരേപോലെ ദൈവവചന പ്രകാരമായിരിക്കണം എന്നുള്ളത് നമുക്കറിയാമല്ലോ. നമുക്ക് മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, നമ്മെ പിശാച് സമീപിക്കുന്നത് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു പാപത്തിൻ്റെ ചായ്വ് അല്ലെങ്കിൽ ഒരു പ്രശ്നം നമ്മളിൽ ഉള്ളപ്പോഴാണ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള സാഹചര്യമുള്ളത്. നമുക്കറിയാം, കർത്താവിനെ പരീക്ഷിക്കാനായിട്ട് പിശാച് വന്നത് എപ്പോഴാണ്? മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു. നമുക്കറിയാം, അങ്ങനെ ദീർഘമായ ദിവസങ്ങൾ ഉപവസിച്ചതിന് ശേഷം വിശക്കുമ്പോൾ, അങ്ങനെ വിശന്ന് ശരീരമൊക്കെ ക്ഷീണിച്ചിരിക്കുന്ന സമയത്താണ് കർത്താവിൻ്റെ അടുക്കൽ തന്നെ പിശാച് വന്നത്. അപ്പോൾ അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന്, അതായത് കർത്താവിന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്ത് വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവ്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ നമുക്കറിയാം, വിശക്കുന്ന ആൾക്ക് ആഹാരം എന്നുള്ളത് ഒരു ന്യായമായിട്ടുള്ള ആവശ്യമാണ്. അത് ശരീരത്തിൻ്റെ നിലനിൽപ്പിനും അല്ലെങ്കിൽ ശുശ്രൂഷയുടെ കാര്യങ്ങൾക്കും ഒക്കെ നമ്മൾ ആഹാരം കഴിക്കേണ്ടത് ആവശ്യമാണ്. ആഹാരം കഴിക്കുന്നില്ല എങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ടാകുകയില്ല, അങ്ങനെ രോഗിയായി തീരാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആഹാരം എന്ന് പറയുന്നത് ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്നതും മനുഷ്യൻ കഴിക്കുന്നതുമായുള്ളൊരു കാര്യമാണ്. പക്ഷെ വിശന്ന് കഴിഞ്ഞപ്പോൾ ഒരു സ്വാഭാവിക രീതിയിലല്ലാതെ ഒരു അസ്വാഭാവികമായിട്ടുള്ള രീതിയിൽ ആ ഒരു ആവശ്യത്തെ നിറവേറ്റുന്നതിന് വേണ്ടി പിശാച് ഒരു പരീക്ഷയുമായിട്ട് കർത്താവിൻ്റെ അടുക്കൽ വരികയാണ്. എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളും ഏതെങ്കിലും പ്രതിസന്ധികളിലൂടെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളുടെ അടുത്ത് പരീക്ഷകൻ നമ്മുടെ ആ പ്രതിസന്ധിയെ ഒന്ന് മുതലാക്കുവാനായിട്ട് നമ്മളുടെ അടുക്കൽ വരും. നമ്മളുടെ അടുക്കൽ വന്ന്, നമുക്കറിയാം, അനേക ആളുകളും അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ് പോയതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ചരിത്രത്തിൽ അങ്ങനെ നമുക്ക് ധാരാളമായിട്ട് കാണുവാനായിട്ട് കഴിയും. എന്ന് മാത്രമല്ല, ബൈബിളിലും അങ്ങനെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, നമ്മൾ ഈ നിലയിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുമ്പോൾ പിശാചിൻ്റെ പരീക്ഷണത്തിന് വളരെ സാധ്യതയുണ്ട് എന്നുള്ളതായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള സഹോദരങ്ങളെ ചേർത്ത് പിടിച്ച് അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് ധൈര്യം പകർന്നു കൊടുത്ത് അവരെ പ്രബോധിപ്പിച്ച് നമ്മൾ പോകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം രക്ഷിക്കപ്പെട്ടവരെ സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. സഭയിലാണ് ആളുകൾക്ക് ആശ്വാസം ലഭിക്കേണ്ടത്. സഭയിലെ സഹോദരങ്ങളാണ് ദൈവമക്കൾക്ക് എപ്പോഴും ആശ്വാസമായി തീരേണ്ടത്. ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ പ്രശ്നം അവരുടെ കുടുംബത്തിൽ തന്നെ എല്ലാവർക്കും ഒരു പ്രയാസമായിട്ട് മാറും. അവർക്ക് അന്യോന്യം ഒരുപക്ഷെ അവരെ ആശ്വസിപ്പിക്കുവാനായിട്ട് പ്രാപ്തരല്ലാത്ത, അതിനുള്ള ധൈര്യമില്ലാത്തതായുള്ളൊരു അവസ്ഥയൊക്കെ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലുണ്ടാകാം. അപ്പോൾ ദൈവമക്കളാണ് ആ സ്ഥാനത്ത് അവരെ ആശ്വസിപ്പിക്കേണ്ടതും പിശാചിൻ്റെ കെണിയിലൊന്നും അവർ വീണു പോകാതെ അവരെ സൂക്ഷിക്കേണ്ടതും. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതിനുശേഷം നമുക്കറിയാം, പിന്നെ പിശാച് കർത്താവിൻ്റെ അടുക്കൽ വന്ന് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിൻ്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇവിടെയും പിശാച് വീണ്ടും
അടുത്ത ഒരു പരീക്ഷണമായിട്ട്, ഒരു മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യത്തിൻ്റെ പുറത്ത് ഒരു പരീക്ഷണവുമായിട്ട് വന്നിട്ട് അവിടെ വിജയിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് അടുത്ത ലെവലിൽ ഒരു പരീക്ഷണവുമായിട്ടാണ് പിശാച് ഇവിടെ കർത്താവിൻ്റെ അടുക്കൽ തന്നെ വരുന്നത്. അപ്പോൾ തനിക്ക് നമുക്കറിയാമല്ലോ, ഒരു ദേവാലയത്തിൻ്റെ അഗ്രത്തിന്മേൽ നിന്ന് ചാടി ഒരു പരിക്കും പറ്റാതെ ദൂതന്മാർ കയ്യിൽ താങ്ങി ഒക്കെ വന്നാൽ കർത്താവിൻ്റെ ദൈവത്വത്തിന് ഒരു വലിയ തെളിവാണ്. തനിക്ക് ധാരാളം പ്രശസ്തിയും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള അംഗീകാരവും കിട്ടും എന്നുള്ള നിലയിലാണ് ഇവിടെ കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് ഇവിടെ പിശാച് ശ്രമിക്കുന്നത് എന്ന് നമുക്ക് കാണാം. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളും ഇത്തരം ഒരു പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ടുള്ള എല്ലാ സാധ്യതയുമുണ്ട്. നമുക്ക് ലോകത്തിൽ നമ്മെ മാടി വിളിക്കുന്നതായിട്ടുള്ള അനേക സ്ഥാനങ്ങളും മാനങ്ങളും മഹത്വങ്ങളും അംഗീകാരങ്ങളും ഒക്കെ നമ്മെ തേടി വരും. നമ്മുടെ മുമ്പിൽ പലതും വെച്ച് നീട്ടും. അപ്പോൾ ദൈവത്തെ വേണോ, ദൈവവചനം വേണോ, ദൈവവുമായിട്ടുള്ള ബന്ധം വേണോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് ആ സമയത്ത് തീരുമാനിക്കാനായിട്ടുള്ളത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. മൂന്നാമത്തെ പരീക്ഷ എന്ന് പറയുന്നത്, പിശാച് പിന്നെ അവനെ ഏറ്റവും ഉയർന്നൊരു മലയിൽ കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ച് വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. അപ്പോൾ ഇന്ന് ലോകത്തിലെ ആളുകൾ എല്ലാവരും തന്നെ നല്ലൊരു ശതമാനവും വശീകരിക്കപ്പെട്ടു പോകുന്നതായിട്ടുള്ളൊരു മേഖലയാണ്. കാരണം ഈ ലോകത്തിൽ എല്ലാവിധ സമ്പത്തും സമൃദ്ധിയും അതുപോലെ മഹത്വമൊക്കെ മനുഷ്യൻ്റെ ലക്ഷ്യമായിട്ടിരിക്കുന്നു. നമുക്കറിയാം, നമ്മൾക്ക് ഒരു പഠനം ഒക്കെ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ ഒരു ജീവിതമാർഗം എന്നുള്ള നിലയിലാണ് നമ്മൾ പഠിക്കുന്നത്. എന്നാൽ നമുക്ക് അനേകരെയും കാണാം, അവരൊരു ജീവിതമാർഗം എന്നുള്ള നിലയിലല്ല അനേകരും അവരുടെ വിദ്യാഭ്യാസത്തെ കാണുന്നത്. അവരങ്ങനെ ഉയരങ്ങൾ താണ്ടി വലിയ വലിയ വിദ്യാസമ്പന്നത നേടി സമൂഹത്തിലും അല്ലെങ്കിൽ സമൂഹത്തിലൊക്കെ വലിയ ഒരു സ്ഥാനം നേടിയെടുക്കണം എന്നുള്ള നിലയിൽ ആണ് ആളുകളുടെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്ഥാനത്തിനും മാനത്തിനും ലോകത്തിൻ്റെ മഹത്വത്തിനും വേണ്ടി എന്തും ചെയ്യുവാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ആളുകളാണ് ലോകത്തെല്ലാവരും. അതുപോലെ തന്നെ ഇന്ന് വിശ്വാസികളുടെ ഇടയിലേക്കും അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടും ലക്ഷ്യവും കടന്നു വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇവിടെ കർത്താവിന് എന്തെങ്കിലും ദോഷം വരുത്തണം എന്നുള്ള നിലയിലല്ല, ഒരു നല്ല ഗുണകാംക്ഷി എന്നുള്ള നിലയിലാണ് പിശാച് കർത്താവിൻ്റെ അടുക്കൽ വരുന്നത്. ഹവ്വായുടെ അടുത്ത് എങ്ങനെയാണോ ചെന്നത് അതുപോലെ തന്നെയാണ് കർത്താവിൻ്റെ അടുക്കൽ വരുന്നത്. വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം വേണമല്ലോ, അതല്ലെങ്കിൽ പിന്നെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ കാലഘട്ടമാണ്. അങ്ങനെ ശുശ്രൂഷയുടെ കാലഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ ഒരു ജനത്തിൻ്റെ അംഗീകാരവും അല്ലെങ്കിൽ ഒരു ദിവ്യത്വമുണ്ട് എന്നുള്ളത് പിശാച് പറയുന്നതായിട്ടുള്ള വഴിയിൽ തെളിയിക്കുന്നത് അതൊരാവശ്യമാണ്, അതിൻ്റെ ശുശ്രൂഷയ്ക്ക് അത് സഹായകരമാണ് എന്നുള്ളതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ പിശാച്. അതിന് വിശദമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതിയിട്ടില്ല. അതൊക്കെ ആയിരിക്കും ഒരുപക്ഷെ പറഞ്ഞിരിക്കുവാനായിട്ടുള്ള സാധ്യത. അതുമാത്രവുമല്ല, ദൈവത്തിൻ്റെ വഴിയെ പോകുന്നതല്ല, മഹത്വവും ബഹുമാനവും എല്ലാം ഈ ലോകത്തിൽ പിശാചിൻ്റെ വഴിയെ പോകുമ്പോൾ പിശാചിൽ നിന്നാണ് ലഭിക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതും നമുക്ക് ഈ ഒരു വേദഭാഗം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, വിശ്വാസികളായിട്ടുള്ള ആളുകളെക്കാൾ ഈ ലോകത്തിൽ പേരും പ്രശസ്തിയും സമ്പത്തും പ്രതാപവും ഒക്കെ ഉള്ളത് അങ്ങനെ വിശ്വാസികളല്ലാത്തതായിട്ടുള്ള ആളുകൾക്കാണ്. ദൈവം പൊതുവായിട്ടുള്ളൊരു കൃപയിൽ ലോകത്തിലെല്ലാവർക്കും നന്മകൾ കൊടുക്കുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും നമുക്കറിയാം, ഈ ലോകത്തിൻ്റെ എല്ലാ നന്മകളും ആസ്വദിച്ച് ഈ താൽക്കാലികമായ നൈമിഷികമായിട്ടുള്ള ലോകത്തിൽ ജീവിക്കുക എന്നുള്ളതല്ല നമ്മെ സംബന്ധിച്ചുള്ളതായ ദൈവിക പരിപാടി എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം എന്തിനെ ലക്ഷ്യമാക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള അനുസരണവും ദൈവജനത്തോടുള്ള അനുസരണവും ദൈവനാമ മഹത്വവും അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഏതെങ്കിലും നേട്ടങ്ങളോ അല്ലെങ്കിൽ ഭൗതിക പ്രശ്നങ്ങളോ നമ്മുടെ ശാരീരികമായിട്ടുള്ള വിശപ്പ് പോലെയുള്ള രോഗം പോലെയുള്ള പ്രശ്നങ്ങളോ ആണ് നമ്മളുടെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള ഘടകമെങ്കിൽ ഏത് സമയത്തും നമുക്ക് തെറ്റിപ്പോകുവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്കറിയാം, യൂദാസ് തെറ്റിപ്പോയതായിട്ടുള്ള ഒരാളാണ്. എന്തായിരുന്നു യൂദാസ് തെറ്റിപ്പോകാനായിട്ടുള്ള കാരണം? നമുക്കറിയാം, 30 വെള്ളിക്കാശ് എന്ന് പറയുന്ന ഒരു നിസ്സാര തുകയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവിനെ യൂദാസ് ഒറ്റിക്കൊടുക്കുന്നത്. നമുക്കറിയാം, അതിന് മുമ്പ് തൊട്ട് മുമ്പ് 300-ലധികം വെള്ളിക്കാശ് വിലയുള്ളതായിട്ടുള്ള ഒരു സ്വച്ഛജലമാംസി തൈലം പൊട്ടിച്ച് കർത്താവിൻ്റെ
കാലിലും തലയിലുമൊക്കെ ഒഴിച്ച് കർത്താവിനെ ആദരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരു സ്ത്രീയെ. എന്നാൽ അത് 300 വെള്ളിക്കാശ്, അതിൻ്റെ 10 പോലും മൂല്യമില്ലാത്തതായ 30 വെള്ളിക്കാശിന് വേണ്ടി യൂദ കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മൾ നിസ്സാരമായിട്ടുള്ള ലാഭങ്ങൾക്ക്, നിസ്സാരമോ വലിയതോ ആയിട്ടുള്ള ലാഭങ്ങൾക്ക് വേണ്ടി ദൈവവചനത്തെ അനുസരിക്കാതെ അതിനെ ധിഖരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ യൂദാസ് ചെയ്തതായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളും ചെയ്യുന്നത്. നമ്മളതൊരു പക്ഷേ അങ്ങനെ യൂദാസിനെ ഒരു വലിയ കുറ്റവാളിയായിട്ട് നാം കാണും. കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന ഒരു ആളായിട്ട് നമ്മൾ പറയും, കുറ്റപ്പെടുത്തും. നമ്മുടെ മനസ്സിൽ യൂദാസിനെക്കുറിച്ച് യാതൊരു വക നല്ല ചിന്തകളുമില്ല. എന്നാൽ നിസ്സാര ലാഭങ്ങൾക്ക് വേണ്ടി പോലും കർത്താവിൻ്റെ കൽപ്പനകളെ ലംഘിച്ച് നമ്മൾ ദൈവവഴിയിൽ നിന്നും മാറിപ്പോകുമ്പോൾ ഈ യൂദാസിന് തുല്യമായിട്ടാണ് നാം തീരുന്നത് എന്നുള്ളത് നാം ചിന്തിക്കാറുണ്ടോ എന്ന് നാം ഓർക്കണം. പ്രിയമുള്ളവരെ, അങ്ങനെ ഇവിടെ പൗലോസപ്പോസ്തലൻ പറയുകയാണ്, സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചു. പിശാച് എപ്പോഴും നമ്മെ ചതിക്കുന്നത് വഞ്ചനയിലൂടെയാണ്. നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു ആൾ പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. പിശാച് ഈ ലോകത്തിൽ ഏറ്റവും വലിയത് വാഗ്ദാനം ചെയ്യും, എന്നാൽ നമുക്ക് ആത്യന്തികമായി ലഭിക്കുന്നത് ഏറ്റവും വലിയ നാശമായിരിക്കും. എന്നാൽ ദൈവം ഈ ലോകത്തിൽ നമുക്ക് ഏറ്റവും കഷ്ടം ആണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, എന്നാൽ ആത്യന്തികമായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഏറ്റവും വലിയ നന്മയാണ്. അപ്പോൾ ഏറ്റവും വലിയ നന്മ വാഗ്ദാനം ചെയ്ത് ഏറ്റവും വലിയ കഷ്ടം തരുന്ന പിശാചും കഷ്ടം വാഗ്ദത്തം ചെയ്തതിന് ശേഷം അതിൻ്റെ ആത്യന്തികമായ ഏറ്റവും വലിയ നന്മ വാഗ്ദത്തം ചെയ്യുന്ന കർത്താവും. അപ്പോൾ നമുക്ക് താൽക്കാലികമായിട്ടുള്ള ലാഭങ്ങൾ വാഗ്ദത്തം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ നോക്കിക്കൊണ്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ സർപ്പം ഹവ്വായെ ഉപായത്താൽ ചതിച്ചതുപോലെ നാമും നമ്മളുടെ ചുറ്റുമുള്ള ആളുകളാൽ ചതിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ വഞ്ചിക്കപ്പെട്ടു പോവുകയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് പറയുന്നത്. അങ്ങനെ ചതിച്ചാൽ പിന്നെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയുമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളൊരു കാര്യം. എന്നാൽ നാം ചതിക്കപ്പെട്ട് ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടു പോകുന്നതായിട്ടുള്ള ആളുകളായി തീർന്നാൽ നമ്മെ സംബന്ധിക്കുന്നതായിട്ടുള്ള ആത്യന്തികമായിട്ടുള്ള ദൈവിക പരിപാടി എന്ന് പറയുന്നത് ഒരിക്കലും നടപ്പാകുകയില്ല. എന്താണ് ആത്യന്തികമായിട്ട് ദൈവിക പരിപാടി എന്നുള്ളത് രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ കണ്ടു. ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മലകന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവിനോട് കൂടി നിത്യകാലം വാഴുന്നതായിട്ടുള്ള ഒരു ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള ആളുകളാണ് നിങ്ങൾ. എന്നാൽ നിങ്ങൾ ഹവ്വായെ പിശാച് ചതിച്ചതുപോലെ നിങ്ങളും അങ്ങനെ വഞ്ചിക്കപ്പെട്ട് പോയി കഴിഞ്ഞാൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങൾ വഷളായി പോകും എന്ന് ഞാൻ ഭയപ്പെടുന്നു. പൗലോസപ്പോസ്തലൻ അങ്ങനെ ഒരു ഭയം വരാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അങ്ങനെ വഷളായി പോയാൽ ഒരുപക്ഷെ ആ ഒരു വിവാഹം നടക്കുകയില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഭയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ലല്ലോ. അതിന് സമാനമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇതേ ലേഖനത്തിൻ്റെ തന്നെ 13-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പിൻ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവിൻ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികിൽ യേശുക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നുവല്ലോ. നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എങ്കിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവിനോട് ചേരുവാനായിട്ടാണ് നാം സ്നാനമേറ്റത്. സ്നാനമേറ്റ് നാം കർത്താവിനോട് ചേരുകയാണ് ചെയ്യുന്നത്. വിശ്വസിച്ച് സ്നാനമേറ്റ് നാം കർത്താവിനോട് ചേരുന്നു. എന്നാൽ നാം കൊള്ളരുതാത്തവരായി തീർന്നാൽ ക്രിസ്തു നമ്മളിൽ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. ഒരു വ്യാഖ്യാനവും കൂടാതെ ഈ വാക്യം അങ്ങനെ പറയുന്നു എന്നുള്ളത് നമുക്കറിയാം. തീത്തോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിലും അവർ ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുവെങ്കിലും പ്രവൃത്തികളാൽ അവരെ നിഷേധിക്കുന്നു. അവർ അറയ്ക്കത്തക്കവരും അനുസരണം കെട്ടവരും യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവരുമാകുന്നു. അപ്പോൾ ഇവിടെയും ദൈവത്തെ അറിയുന്നു എന്ന് പറയുന്നുണ്ട്, എന്നാൽ പ്രവൃത്തികളാൽ അവനെ നിഷേധിക്കുന്നു. പ്രവൃത്തികളാൽ നിഷേധിക്കുകയും ദൈവത്തെ അറിയുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആളുകൾ നമുക്കറിയാം, അവർ ഭക്തിയുടെ വേഷം മാത്രം ധരിച്ച് അതിൻ്റെ ശക്തിയില്ലാതെ, അനുസരണമില്ലാതെ, ദൈവഭയമില്ലാതെ ജീവിക്കുന്നതായിട്ടുള്ള ആളുകളാണ്. അവരെക്കുറിച്ച് പറയുന്നവർ അറയ്ക്കത്തക്കവർ, അനുസരണം കെട്ടവർ, യാതൊരു നല്ല കാര്യത്തിനും കൊള്ളരുതാത്തവർ. അതേ കാര്യം തന്നെയാണ് ഇവിടെ വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പൗലോസപ്പോസ്തലൻ പറയുമ്പോൾ ഇവിടെ അർത്ഥമാക്കുന്നതായിട്ടുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുവാനായിട്ട് ഉള്ള എല്ലാ സാധ്യതയും നമ്മുടെ ചുറ്റും ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. പൗലോസ് അപ്പോസ്തലന് അങ്ങനെ ഒരു ഭയം തൻ്റെ വിശ്വാസികളെക്കുറിച്ച് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്കും നമ്മുടെ സഹവിശ്വാസികളെ സംബന്ധിച്ച് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുമോ എന്നുള്ള ഒരു ഭാരവും ഭയവും ആവശ്യമാണ്. അത് പോകാതിരിക്കാനായിട്ട് നാം അവരോട് ചേർന്ന് നിന്ന് അവരെ പ്രബോധിപ്പിച്ചും സ്നേഹിച്ചും സേവിച്ചും അങ്ങനെ നിത്യതയ്ക്കായിട്ട് നമുക്ക് അന്യോന്യം ഒരുക്കേണ്ടത് ആവശ്യമാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ ആ ഒരു താല്പര്യം നമുക്ക് ഈ വേദഭാഗത്ത് വായിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ പിശാചിൻ്റെ ഈ തന്ത്രങ്ങളോടൊക്കെ എതിർത്ത് നിൽക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഇതുപോലെ തന്നെ വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിനോട് എതിർത്ത് നിന്നാൽ മാത്രം അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകുമെന്നാണ് പറയുന്നത്. നാം പിശാചിനോട് എതിർത്ത് നിൽക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തിന് കീഴടങ്ങുക വഴിയാണ്. അത് ആ വാക്യത്തിൽ തന്നെ ഒരു വ്യക്തമാണ്. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ. ദൈവത്തിന് കീഴടങ്ങുമ്പോൾ പിശാചിനോട് എതിർത്ത് നിൽക്കുകയും അതിൻ്റെ ഫലമാണ് പിശാചിനോട് എതിർത്ത് നിൽക്കുക എന്ന് പറയുന്നത്. അതിൻ്റെ ഫലമാണ് പിശാച് നമ്മളെ വിട്ട് ഓടിപ്പോവുക എന്ന് പറയുന്നത്. ദൈവത്തിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവകൽപ്പനകളെ അനുസരിക്കുക. അതല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ദൈവം എന്താണ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവേഷം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി അത് അനുസരിക്കുന്ന ആളുകളായിട്ട് നാം തീരുക എന്നുള്ളതാണ്. അതല്ലാതെ ഇതിന് മറ്റ് പല ആളുകളും പിശാചിനെ പേടിപ്പിച്ച് ശബ്ദമൊക്കെ ഉണ്ടാക്കി ഓടിക്കുന്നതായിട്ട് ഇങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ബഹളം വെച്ചും ശബ്ദം ഉണ്ടാക്കിയും ഒന്നും ഓടിക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരാളല്ല പിശാച് എന്ന് പറയുന്നത്. നമ്മൾ ദൈവത്തോട് ദൈവത്തിന് കീഴടങ്ങി ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അവനൊരു സ്ഥാനമില്ല എന്നുള്ളതുകൊണ്ട് അവൻ നമ്മെ വിട്ടുപോവുകയാണ് ചെയ്യുന്നത്. എഫെസ്യർ എഴുതിയ ലേഖനത്തിലാണ് തോന്നുന്നു, പിശാചിന് ഇടം കൊടുക്കരുത് എന്ന് നമ്മൾ വായിക്കുന്നു. പിശാചിന് നമ്മൾ ഇടം കൊടുക്കുമ്പോഴാണ് പതുക്കെ കയറി വന്ന് പിന്നെ നമ്മളുടെ ജീവിതത്തിൽ ഒരു മേജർ സ്ഥാനം അവൻ കൈവശമാക്കുന്നത്. അങ്ങനെയുള്ളവരെക്കുറിച്ചാണ് തിമോഥെയോസിന് എഴുതിയ ലേഖനത്തിൽ, അവർ പിശാചിനാൽ പിടിപ്പെട്ട് കുടുങ്ങിയവരാകയാൽ അവരെ സുബോധം പ്രാപിച്ച് ദൈവേഷം ചെയ്യുമെന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളുടെ ഹൃദയത്തിൽ വീഴുന്ന വചനമാകുന്ന വിത്ത് പോലും എടുത്തു കളയുവാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് പിശാച് എന്ന് പറയുന്നത്. അപ്പോൾ ഹവ്വായെ ഉപായത്താൽ സർപ്പം ചതിച്ചതുപോലെ നാം ചതിക്കപ്പെടരുത്. അവൻ പല രൂപത്തിലും ഭാവത്തിലും അവൻ എപ്പോഴും വരുന്നത് നമ്മളുടെ ഒരു ഗുണകാംക്ഷി എന്നുള്ള നിലയിലായിരിക്കും. നമുക്ക് വളരെ പരിചയമുള്ള, അടുപ്പമുള്ള, ബന്ധമുള്ള അല്ലെങ്കിൽ ബന്ധമുണ്ടാക്കാൻ എന്നുള്ള വ്യാജേനയാണ് നമ്മെ സമീപിക്കുക. അത് നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മളാരും അങ്ങനെ ക്രിസ്തുവിനുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായി പോകുവാനായിട്ട് പാടില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ വഷളായി പോയാൽ അത് ഭയത്തിന് കാരണമായ ഒരു കാര്യമാണ്, ഭയപ്പെടേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ് എന്ന് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നവരായിട്ടുള്ള നാം, കർത്താവിൽ വസിക്കുന്നവരായിട്ടുള്ള നാം, ആ കർത്താവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തികളും നമ്മളിൽ നിന്ന് തന്നെ ഉളവാകേണ്ടത് ആവശ്യമാണ്. സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ശ്രദ്ധയോടെ ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.